റോജിയിലേക്ക് പോകുന്നു. റോജി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ പറയാലോ. ജയരാജ് പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷം തുടങ്ങാമെന്ന് നാഴികക്ക് തോന്നുന്നു. 100 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. യുവാക്കൾക്ക് അവസരം കിട്ടണമെങ്കിൽ മുതിർന്ന നേതാക്കൾ ഒഴിയണം. റോജിയും അങ്ങനെയൊക്കെ വന്ന നേതാവല്ലേ എന്ന ചോദ്യം. ഇനിയിപ്പോൾ ഈ അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ, ലിജു ആയിരുന്നല്ലോ കഴിഞ്ഞ തവണ മത്സരിച്ചത്. ലിജു ആയിരിക്കും ഇത്തവണയും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സുധാകരന്റെ പേര് ഉയർന്നു വരുന്നതും സുധാകരന്റെ തീരുമാനം വരുന്നതും. അപ്പോൾ ലിജുവിന് മറ്റൊരു ഇടം കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പാർട്ടിയിലെ നേതാക്കൾക്ക് സ്ഥലമില്ലാത്ത വിധം, അല്ലെങ്കിൽ മണ്ഡലമില്ലാത്ത വിധം, ഈ CPM-ൽ നിന്ന് പുറത്തു വരുന്നവർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ടോ? അത് പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? അല്ല, ഞാൻ അതിലേക്ക് വരാം സ്മൃതി. അതിനു മുമ്പ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയരാജ് സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ശ്രീ ജി സുധാകരൻ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറയുന്നത് കേട്ടു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദമുഖത്തിൽ തന്നെ ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ അദ്ദേഹം പാർട്ടിയെ നയിക്കുന്നയാളാണ്, അദ്ദേഹത്തിന് ഇനി എത്ര വയസ്സായാലും ഈ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല, അദ്ദേഹത്തിന് മത്സരിക്കാം. ഓക്കെ, ശരി. അദ്ദേഹം തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞത്, തോമസ് ഐസക്കിൻ്റെ ബൗദ്ധികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉയർന്ന നിലവാരവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ പാർട്ടിക്ക് എന്നും അനിവാര്യമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ മത്സരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ജി സുധാകരന് ഇതൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ജി സുധാകരൻ്റെ സേവനം പാർട്ടിക്ക് അനിവാര്യമല്ല എന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ ജി സുധാകരനെ അവർ മാറ്റി നിർത്താനായിട്ട് തീരുമാനിച്ചത് എന്നല്ലേ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കേണ്ടത് എന്നുള്ളത്, കോൺഗ്രസ് എക്കാലത്തും പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ കോൺഗ്രസ്സിൽ ഈ ടേം വ്യവസ്ഥയൊന്നുമില്ല, നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ശ്രീ M. ലിജു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അങ്ങനെ നിരവധി ആളുകൾക്ക് ഞങ്ങൾ പാർട്ടിയിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവുകയും ചെയ്യും, അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന ആളുകൾക്ക് കോൺഗ്രസ്സിൽ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ അവസരം കൊടുക്കുന്നു എന്നുള്ള ആശങ്കയൊന്നും ഇവിടെ കോൺഗ്രസ്സിൽ ആർക്കും UDF-ൽ ആർക്കുമില്ല. നിങ്ങൾ നോക്കൂ, തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തലേദിവസം വരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞ ശ്രീ ഡോക്ടർ സരിന് CPM അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയില്ലേ? അപ്പോൾ അവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? അല്ലെങ്കിൽ ദീർഘകാലം കോൺഗ്രസിലുണ്ടായിരുന്ന തോമസ് മാഷിന് ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി, സർക്കാരിൻ്റെ പ്രതിനിധിയായി അവിടെ ഇരുത്തി. ആ തോമസ് മാഷിനെ കുറിച്ച് ജി സുധാകരൻ എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹത്തിന് MLA പെൻഷൻ കിട്ടുന്നു, MP പെൻഷൻ കിട്ടുന്നു, പ്രൊഫസറുടെ പെൻഷൻ കിട്ടുന്നു, അതുകൂടാതെ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിൽ ലക്ഷങ്ങൾ വാങ്ങുന്നു. അപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ നിരവധിയായിട്ടുള്ള നേതാക്കന്മാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലഭിക്കുന്ന പരിഗണന, അല്ലെങ്കിൽ അവർക്ക് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ CPM-ൽ CPM ആരെ ഏത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതൊക്കെ അവരുടെ കാര്യമാണ്, അതിനകത്തൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് ഒരു മാനദണ്ഡമാണ്, അല്ലെങ്കിൽ ഗോവിന്ദ മാഷുടെ ഭാര്യയ്ക്ക് വേറൊരു മാനദണ്ഡമാണ്. അപ്പോൾ ഓരോ ആളെ നോക്കി മാനദണ്ഡം തീരുമാനിക്കുന്ന ഏതാനും ചില ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സ്ഥാനാർത്ഥി നിർണയവും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു എന്ന ഒരാക്ഷേപമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇവരൊരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ കുറിച്ചും UDF-നെ കുറിച്ചുമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്ന കുറേ ആക്ഷേപങ്ങളുണ്ട്. ഇത്തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ അച്ചടക്കമില്ല എന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ CPM ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ അത് CPM-നെ തന്നെ തിരിഞ്ഞുകുത്തുകയല്ലേ. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡമോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പോളിസിയോ പറയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നിത് ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമായി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായി അധികാരം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും.
എന്ത് വേണമെങ്കിലും ചെയ്യും, ആരുടെ വേണമെങ്കിലും കാല് പിടിക്കും, ഏത് വർഗീയവാദിയുടെ കൂടെ വേണമെങ്കിലും കൂടും, ആവശ്യമുള്ള സമയത്ത് ന്യൂനപക്ഷ വർഗീയത പ്രയോഗിക്കും, ആവശ്യമുള്ള സമയത്ത് ഭൂരിപക്ഷ വർഗീയത പ്രയോഗിക്കും, വേണ്ടി വന്നാൽ ഇത് രണ്ടും വേണ്ട സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പ്രയോഗിക്കും. അപ്പോൾ ആ നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യതിയാനമാണ്, അല്ലെങ്കിൽ ഒരു മൂല്യച്യുതിയാണ് ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ജി സുധാകരൻ പറഞ്ഞത്, ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച, എന്നാൽ അവർക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ജി സുധാകരൻ അദ്ദേഹം ആർജവത്തോടു കൂടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് താതാത്മ്യപ്പെടുന്ന നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുണ്ട്. ആ പ്രവർത്തകരുടെ വികാരമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരായിരിക്കും. കാരണം ഈ പാർട്ടി, അല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ തന്നെയുണ്ട്. അവരാണ് പാർട്ടി വിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ജി സുധാകരനെ പോലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയിരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ലാതെ ബ്രാഞ്ച് തലത്തിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുന്നുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് അങ്കമാലിയിൽ അറിയാം, അതുപോലെ പാർട്ടി വിട്ട് വരുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ അത് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അപജയങ്ങളുടെ ഒരു വലിയൊരു പ്രതിഫലനമാണ് ഇപ്പോൾ ജി സുധാകരനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.